എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 14 ശ്ലോകം 25 മുതൽ 31 വരെ 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ ഉദ്ധവ ഉപദേശം തുടരുന്നു. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 25. യഥാഗ്നിനാഹേമമലം ജഗാതി സ്മാതം പുനഃ സ്വം ഭജതേ ച രൂപം ആത്മാ ച കർമാനുശയം വിധൂയ മൽഭക്തിയോഗേന ഭജത്യഥോ മാം. ഭക്തി കൊണ്ട് മാത്രമേ അന്ധകരണം ശുദ്ധാകുള്ളൂ, മറ്റൊന്നുകൊണ്ടും ശുദ്ധാവില്ല എന്നതാ ഉദാഹരണ സഹിതം പറയാണ് ഭഗവാൻ. സ്വർണത്തിലെ ചളി മുഴുവനും പോകണമെങ്കിൽ അഗ്നിയിലിട്ട് തപിപ്പിക്കുക തന്നെ വേണം. വീണ്ടും വീണ്ടും തീയിലിട്ട് പഴുപ്പിച്ചാൽ സ്വർണം സ്വന്തം രൂപത്തെ സ്വീകരിക്കണം. അതിനു മുമ്പ് ചളിയുടെ സംബന്ധ നിമിത്തം പ്രകാശമില്ലാതെ ഇരുന്നു. അതുപോലെ അന്ധകരണവും മലിന കർമ്മവാസനകളാകുന്ന ചളി മുഴുവൻ കളഞ്ഞ് പരിശുദ്ധി പ്രാപിച്ച് എന്നിൽ തന്നെ ലയിക്കണമെങ്കിൽ ദൃഢഭക്തിയോടുകൂടി എന്നെ ഭജിക്കുക തന്നെ വേണം. യഥാത്മാ പരിമൃജ്യതേ സൗ മൽ പുണ്യഗാഥാശ്രവണാഭിധാനൈ തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം ചക്ഷുർയഥൈവാഞ്ജന സംപ്രയുക്തം. ബ്രഹ്മവിദാപ്നോതി പരം. ബ്രഹ്മത്തെ അറിഞ്ഞവൻ പരമപദത്തെ പ്രാപിക്കുന്നു. തമേവ വിദിത്വാദി മൃത്യുമേതി. ആ ബ്രഹ്മരൂപമായ പരമാത്മാവിനെ അറിഞ്ഞാൽ മാത്രമേ മരണമില്ലാതെ ആവുള്ളൂ എന്നീ വാക്യങ്ങൾ ജ്ഞാനം കൊണ്ട് മാത്രമേ മോക്ഷമുള്ളൂ എന്ന് ഉറപ്പിക്കുന്നു. ഭക്തി കൊണ്ട് മോക്ഷം എങ്ങനെ സിദ്ധിക്കും എന്നുള്ള സംശയത്തെ തീർക്കണം. എന്റെ പുണ്യകഥകൾ കേൾക്കുക, അർത്ഥം ആലോചിക്കുക. ഈ മാതിരി പ്രവൃത്തികൾ കൊണ്ട് എത്രത്തോളം മനസ്സിലെ ചളി തുടച്ചു കളയുന്നുവോ അത്രത്തോളം അന്ധകരണവും സ്വച്ഛമായി വരുന്നു. അപ്പോ സൂക്ഷ്മബോധം ആ അന്ധകരണത്തില് താനേ വിളങ്ങും. അത് തന്നെയാണ് പരമാത്മജ്ഞാനം. അതിനാൽ ഭക്തിയും ജ്ഞാനവും ഒരേ സമയത്ത് തന്നെ വർദ്ധിച്ചു വരുന്നു. നേത്രരോഗമുള്ള ഒരാളുടെ കണ്ണിന് കാഴ്ചയില്ലാതിരിക്കും. ക്രമേണ മരുന്ന് ശീലിച്ചു വരുമ്പോൾ കണ്ണിലെ രോഗം മാറുകയും പദാർത്ഥങ്ങളെ കാണാൻ തുടങ്ങുകയും ചെയ്യുന്നു. രോഗം മാറുന്തോറും സാധനങ്ങളുടെ കാഴ്ച ഉണ്ടാകുന്നത് പോലെ ഭക്തി വർദ്ധിക്കും തോറും സ്വരൂപജ്ഞാനവും വർദ്ധിച്ചു വരുന്നതിനാൽ ജ്ഞാനം ഭക്തിയിൽ നിന്ന് ഭിന്നമല്ല. ഉദ്ധവ വിഷയാൻ ധ്യായതശ്ചിത്തം വിഷയേഷു വിഷജ്യതേ മാമനുസ്മരതശ്ചിത്തം മയ്യേവ പ്രവിലീയതേ. എന്ന് തന്നെയല്ല, ചിത്തം ആനന്ദ സ്വരൂപമായി പരിണമിക്കുന്ന അവസ്ഥയെ തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ആനന്ദമാത്രനായ എന്നെ ഭജിക്കുന്നവന് ആ സ്ഥിതി താനെ തന്നെ സിദ്ധിക്കും എന്നതൊക്കെ കാണിക്കുകയാണ് ഭഗവാൻ. വിഷയസുഖങ്ങളെ തന്നെ എപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരുവന്റെ മനസ്സ് വിഷയങ്ങളിൽ ലയിച്ച് വിഷയങ്ങളായിട്ട് തന്നെ പരിണമിക്കുന്നു. അതുപോലെ എന്നെ തന്നെ എപ്പോഴും സ്മരിക്കുന്നവന്റെ മനസ്സ് എന്നിൽ തന്നെ മുഴുവനും ലയിക്കുന്നു. ലുബ്ധാ ധനമയം വിശ്വം കാമുകാ കാമിനീമയം നാരായണമയം ധീര പശ്യന്തി ജ്ഞാനചക്ഷുഷ. ലുബ്ധന്മാര് ലോകത്തെ ധനമയമായിട്ടും കാമുകന്മാര് സ്ത്രീമയമായിട്ടും കാണുന്നത് പോലെ ജ്ഞാനദൃഷ്ടിയുള്ള ധീരന്മാർ നാരായണമയമായിട്ടും കാണുന്നു. ഭാവന അനുസരിച്ച് പരിണമിക്കുന്നത് മനസ്സിന്റെ സ്വഭാവമാണ്. അതിനാൽ ഭഗവാനെ ധ്യാനിക്കുന്ന മനസ്സ് ഭഗവത് രൂപമായി പരിണമിക്കുന്നു. തസ്മാദാസദഭിധ്യാനം യഥാ സ്വപ്ന മനോരഥം ഹിത്വാ മയി സമാധൽസ്വ മനോമൽ ഭാവഭാവിതം. ഇല്ലാത്ത ഓരോ കാര്യങ്ങളുടെ വിചാര നിമിത്തം സ്വപ്നവും മനോരഥവും ഉണ്ടാകുന്നത് പോലെ അന്യ വിഷയങ്ങളെ ഭാവിക്കുന്നത് കൊണ്ട് പരമാർത്ഥത്തിൽ ഇല്ലാത്തതാണെങ്കിലും അവ ഉള്ളതുപോലെ തോന്നുന്നു. അതിനാൽ അസത്യ വിഷയ ചിന്തകൾ തീരെ ഉപേക്ഷിച്ച് സത്യസ്വരൂപനായ എന്നിൽ തന്നെ എപ്പോഴും മനസ്സിനെ ഉറപ്പിച്ചോളൂ ഉദ്ധവ. ഇത് തന്നെ പരമഭക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഭക്തിയോഗ വിവരണത്തെ ഉപസംഹരിച്ചു ഭഗവാൻ. സ്ത്രീണാം സ്ത്രീ സംഗിനാം സംഗം ത്യക്ത്വാ ദൂരതാത്മവാൻ ക്ഷേമേ വിവിക്താസീന ചിന്തയേൻ മാം
അതന്ത്രിത. ഈശ്വര വിചാരത്തെ ഇല്ലാതെയാക്കുന്ന വാത്സ്യായനാദി ശാസ്ത്ര പരിശീലനത്തെയും അതിൽ സുഖസ്ഥാനമായി വർണ്ണിച്ചിരിക്കുന്ന സ്ത്രീ മുതലായ വിഷയങ്ങളെയും ഉപേക്ഷിക്കേണ്ടത് ആവശ്യം എന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയാണ്. ആത്മാവിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ധീരൻ സ്ത്രീകളുടെയും അവരോട് ചേർന്നിരിക്കുന്നവരുടെയും സംസർഗത്തെ തീരെ ഉപേക്ഷിക്കണം. അവരുടെ കഥ പോലും കേൾക്കാതിരിക്കുന്ന സുഖസ്ഥാനത്തിലിരുന്ന് മനഃചാഞ്ചല്യം കൂടാതെ ജാഗ്രതയോടുകൂടി എന്നെ തന്നെ ധ്യാനിക്കണം. ന തഥാസ്യ ഭവേൽ ക്ലേശോ ബന്ധശ്ചാന്യപ്രസംഗത യോഷിൽ സംഗായഥാ പുംസോ യഥാ തൽസംഗി സംഗത. അനേക വിഷയങ്ങളെ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ടെങ്കിലും സ്ത്രീ വിഷയത്തെ പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടെന്നാൽ പുരുഷന് ഇതുകൊണ്ടുണ്ടാകുന്നത് പോലെ മറ്റ് അന്യ വിഷയങ്ങൾ കൊണ്ട് ബന്ധം ഉണ്ടാവില്ല. സർവ്വബന്ധങ്ങളുടെയും മൂലബന്ധമായിരിക്കുന്ന സ്ത്രീകളോടും അവരുടെ ചർച്ചക്കാരോടും കൂടി ആടാതിരുന്നാൽ സംസാര വൃക്ഷത്തിന്റെ മൂലവേര് സാമാന്യം അറ്റ് വേരുകൾ ഉണങ്ങിയാൽ കൊമ്പുകൾ താനെ ഉണങ്ങിപ്പോകുന്നത് പോലെ സ്ത്രീ വിഷയമില്ലാതായാൽ മറ്റു സാമാന്യ വിഷയങ്ങളൊക്കെ നശിച്ചു പോകും. അതുകൊണ്ട് സ്ത്രീ വിഷയത്തെ ഉപേക്ഷിക്കാൻ നന്ന മനസ്സിരുത്തണം. യസ്യ സ്ത്രീ തസ്യ ഭോഗേച്ഛ നിസ്ത്രീകസ്യ ഭോഗപൂ സ്ത്രീയം തെക്വാ ജഗത്യക്തം ജഗത്യക്വാ സുഖീ ഭവ. സ്ത്രീ ഉള്ളവന് സുഖാശയുണ്ട്, ഇല്ലാത്തവന് സുഖം അനുഭവിക്കാൻ സ്ഥാനം തന്നെയില്ല. സ്ത്രീയെ വിട്ടാൽ ലോകത്തെ വിട്ടു, ലോകത്തിൽ നിന്ന് വിട്ടാൽ സുഖായി എന്നിങ്ങനെ വസിഷ്ഠ മഹർഷിയും ശാസിച്ചിരിക്കുന്നു. അതുകൊണ്ട് ശാന്തി ആശിക്കുന്നവർ സ്ത്രീ വിഷയം ഉപേക്ഷിക്കണം എന്ന് പൂർവ്വ ആചാര്യന്മാർക്ക് അഭിപ്രായം ബലമായിട്ടുണ്ട്. ഇതൊക്കെ കേട്ടപ്പോ ഉദ്ധവൻ ചോദിക്കുന്നു. ഉദ്ധവ ഉവാച യഥാ ത്വാമരവിന്ദാക്ഷ യാദൃശം വാ യദാത്മകം ധ്യായേൻ മുമുക്ഷുരേ തന്മേ ധ്യാനം മേ വക്തുമർഹസി. ജാഗ്രതയോടെ എന്നെ ചിന്തിക്കണം എന്ന് ഭഗവാൻ അരുളി ചെയ്തത് കേട്ട ഉദ്ധവൻ ഭക്തിഹേതുവായിരിക്കുന്ന ധ്യാനയോഗത്തെ കുറിച്ച് ചോദിക്കുകയാണ്. ഹേ അരവിന്ദലോചന, ധ്യാനത്തിന്റെ അംഗങ്ങൾ ഏതെല്ലാണ്? ഏത് രൂപത്തെയാണ് ധ്യാനിക്കേണ്ടത്? ആ രൂപത്തിന്റെ വിശേഷ ലക്ഷണങ്ങൾ എന്തെല്ലാം? മോക്ഷത്തെ ആഗ്രഹിക്കുന്നവൻ എങ്ങനെ ധ്യാനിക്കണം? ഇതെല്ലാം അങ്ങയുടെ ദാസനായ എന്നോട് ഉപദേശിക്കണേ. അങ്ങയുടെ ദാസ്യം അനുഷ്ഠിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായതിനാൽ മോക്ഷം സിദ്ധമായി. ഈ ഭാഗ്യം സിദ്ധിക്കാത്തവരും അങ്ങയുടെ ഗുണവിശേഷത്തെ അറിഞ്ഞ് അങ്ങയിൽ പരമപ്രേമത്തോടെ ഇരിക്കുന്നവരുമായ ആളുകൾക്ക് ഈ രൂപം കാണുമാറാകണമെങ്കിൽ അവരെങ്ങനെ ധ്യാനിക്കണം എന്ന ചോദ്യത്താൽ ഉദ്ധവന് ഭക്തന്മാരെ ഒക്കെയും ഭഗവാൻ അനുഗ്രഹിക്കണം എന്ന ആശ അധികമുണ്ടെന്നറിഞ്ഞു ഭഗവാന് വളരെ സന്തോഷമായി. കേട്ടോ ഉദ്ധവന് മാത്രമല്ലല്ലോ, ബാക്കിയുള്ളവരെ പറ്റിയിട്ടും എല്ലാ ഭക്തന്മാരെ കുറിച്ചിട്ടും ഉദ്ധവൻ ചിന്തിക്കുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞപ്പോ ഭഗവാൻ വളരെ സന്തോഷിച്ച് സന്തോഷത്തോടുകൂടി മന്ദഹാസത്തോടുകൂടി ഭഗവാൻ അതിന് ഉത്തരം പറയണു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.